വിശദാംശങ്ങൾ നൽകിയത്. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ ദൌത്യമേഖലയിലെത്തി. മാർക്ക് ചെയ്ത് നൽകിയ ഭാഗങ്ങളിൽ തിരച്ചിൽ സംഘത്തെ നയിക്കുമെന്നും മാർക്ക് ചെയ്ത സ്പോട്ടുകൾ എവിടെയൊക്കെയാണെന്ന് കൃത്യമായി പറഞ്ഞുകൊടുക്കുമെന്നും ഇന്ദ്രബാലൻ പറഞ്ഞു. ഗംഗാവലിപ്പുഴയിൽ നിന്ന് 4 ടയറുകൾ കൂടി കണ്ടെത്തിയെങ്കിലും ഇത് അർജുൻ ഓടിച്ച ലോറിയുടേത് അല്ലെന്ന് വാഹനോടമ മനാഫ് വ്യക്തമാക്കി. അർജുൻ ഓടിച്ച ലോറിയിലെ കയറിന്റെ ഭാഗവും ക്രാഷ് ഗാർഡും മരത്തടികളും കണ്ടെത്തിയിരുന്നു. അതേസമയം ഇന്നലെ കണ്ടെത്തിയ അസ്ഥിയുടെ ഭാഗം മനുഷ്യന്റേത് അല്ലെന്നാണ് നിഗമനം. അലക്സ് റാം മുഹമ്മദും ഒപ്പം അരുൺ പൂപ്പറമ്പിയും ചേരുന്നുണ്ട്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, അപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് എത്തുന്നു, ആ ട്രക്കിനടുത്തേക്ക് എത്തുന്നു പരിശോധന തിരച്ചിൽ എന്ന് കരുതാനുള്ള സാഹചര്യമുണ്ടോ നിലവിൽ അലക്സ്? അത്തരം പ്രധാനപ്പെട്ട ലീഡുകളാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഉന്മേഷ്, പ്രധാനമായി ഈ കോണ്ടാക്ട് പോയിന്റ് 1-ലാണ് ഈ പരിശോധന നടത്തുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇവിടെയാണ് ഈ പരിശോധന. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയും ഒപ്പം ഡൈവർമാരുടെ സംഘവും ഇവിടെയാണ് പരിശോധന കാര്യക്ഷമമായി ഇന്ന് രാവിലെ മുതൽ നടത്തുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് ഈ അർജുൻ ഓടിച്ച ട്രക്കിന്റെ കുറേയേറെ ഭാഗങ്ങൾ ലഭിച്ചതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആ ഡ്രഡ്ജിംഗ് വെസലിനുള്ളിൽ കാണുന്നത് ആ ദൃശ്യങ്ങൾ ലോറി ഉടമ മനാഫ് അവിടെ എത്തി ഇന്ന് അവിടെ നിന്ന് ലഭിച്ച വസ്തുക്കൾ തന്റെ ലോറിയുടേത്, അതായത് അർജുൻ ഓടിച്ച വാഹനത്തിന്റേതാണോ എന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. അത് മനാഫിനൊപ്പം മറ്റൊരാൾ കൂടി അവിടേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും ലഭിച്ച വസ്തുക്കൾ ഈ ട്രക്കിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞ് നമ്മൾ പറയാത്ത മറ്റേതെങ്കിലും വസ്തുക്കൾ കൂടി അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനാഫ് വ്യക്തമാക്കും. എന്താണെങ്കിലും കാര്യക്ഷമമായ പരിശോധന ഇന്ന് നടന്നിരുന്നു. കൃത്യമായി തന്നെ ഒരു നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ അർജുന്റെ ട്രക്ക് എവിടെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധം കൃത്യമായ ലീഡുകൾ ലഭിച്ച ദിവസമാണിന്ന്. അത് ഈ ദൌത്യം തുടങ്ങി 3ാം ഘട്ട ദൌത്യത്തിലേക്ക് എത്തിയത് 70ാം ദിവസമാണ് ആ ലീഡ് അങ്ങനെ കാര്യക്ഷമമായി ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന തടിക്കഷണം, ഒപ്പം ഈ തടി കെട്ടാൻ ഉപയോഗിച്ചിരുന്ന കയറ്, ആ റോപ്പ് 3 ഇടങ്ങളിൽ നിന്നായി ആ റോപ്പിന്റെ നല്ലൊരു ഭാഗം ഇന്നത്തെ തിരച്ചിൽ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ആ വാഹനത്തിന്റെ തന്നെ ക്രാഷ് കാർഡ് ലഭിച്ചുവെന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റു ചില ലോഹഭാഗങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അത് മനാഫ് അവിടെ എത്തി അത് നോക്കിക്കണ്ടുള്ള പരിശോധനയ്ക്ക് ശേഷം ഒരുപക്ഷെ അതിൽ സ്ഥിരീകരണം വരും. പിന്നെ ഒന്ന് ആ കാണുന്നത് ഒരു 4 പിൻചക്രങ്ങളാണ്. ഒരു ലോറിയുടെ 4 ടയറുകളാണ്, പിന്നിലത്തെ 4 ടയറുകളാണ്. അതും ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലഭിച്ചതാണ്. ആ 4 ടയറുകൾ ആ 4 ടയറുകൾ പക്ഷേ ഈ അർജുന്റെ വാഹനത്തിന്റേതല്ല, ട്രക്കിന്റേതല്ല, മറ്റൊരു ടാങ്കറിന്റേതാകാനാണ് നിലവിൽ അതിന്റെ സാധ്യത എന്നുള്ളതാണ് അനുമാനം. അങ്ങനെ കൂടുതൽ ആ മേഖലയിൽ നിന്ന് വസ്ത്രങ്ങൾ ആ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, ബാഗിന് സമാനമായ വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ട്, തിരിച്ചറിയൽ രേഖയ്ക്ക് സമാനമായ വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്, അതൊക്കെ അധികൃതർക്ക് കൈമാറേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഏതൊരു വസ്തു അത് മനാഫ് എടുത്തുയർത്തി കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ തന്റെ വാഹനത്തിലേതാണോ എന്ന് അദ്ദേഹം നോക്കുന്നുണ്ട്. എഞ്ചിന്റെ ഭാഗമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം അത് പരിശോധിക്കുകയാണ്. അങ്ങനെ ലഭിച്ച വസ്തുക്കൾ ആ ഡ്രഡ്ജിംഗ് വെസലിനുള്ളിൽ പരിശോധിക്കുന്നു. മനാഫ് അവിടെ എത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിമിഷത്തെ ഇവിടെ നിന്നുള്ള ദൃശ്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഈ തിരച്ചിൽ ദൌത്യത്തിന്റെ ഭാഗമാകാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ഇവിടെ എത്തി പ്രാഥമികമായി ഈ കാര്യങ്ങൾ നോക്കിക്കണ്ടു. അദ്ദേഹം പറഞ്ഞത് ഈ CP1-ലാണ് നിലവിൽ ഈ പരിശോധന നടത്തുന്നത്. ഈ ട്രക്കിന്റെ സ്ട്രോങ് സിഗ്നൽ ലഭിച്ചത് CP4 എന്ന് പറയുന്ന പോയിന്റിലാണ്. അത് ആ കോണ്ടാക്ട് പോയിന്റ് 4-ലാണ്. ഏതാണ്ട് മൺകൂനയ്ക്കൊക്കെ അടുത്താണ് ആ പോയിന്റ് ഉള്ളത്. അത് കരയിൽ നിന്ന് ഏതാണ്ട് 100-130 മീറ്റർ അകലെയാണ് ആ പോയിന്റ്. അവിടെയാണ് ഈ ട്രക്കിന്റെ സ്ട്രോങ് സിഗ്നൽ ലഭിച്ചത്. അവിടേക്ക് ഈ സംഘത്തെ നയിക്കും. എവിടെയാണ് ഈ സിഗ്നലുകൾ ലഭിച്ചത്, സ്പോട്ട് ഔട്ട് ചെയ്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് അവർക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കും. അലക്സ് ഒരു നിമിഷം ഒന്ന് തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കാം. അതിനുശേഷം അലക്സിലേക്ക് എത്താം. ആ പ്രതികരണത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് അറിവ് കിട്ടുന്ന ഒരു CP1-ന്റെ അടുത്താണ് അവർ പോയിരിക്കുന്നത്. അപ്പോൾ നമ്മള് ട്രക്ക് നമ്മുടെ പ്രകാരം CP4-ന്റെ അടുത്തായിരിക്കും കിട്ടേണ്ടത്. അപ്പൊ ഇത് അവര് ചെയ്യട്ടെ. അവിടെ അവർ കുറച്ച് ട്രക്കിന്റെ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ എക്സ്പെക്ടേഷൻ പ്രകാരം അവിടെ എന്തെങ്കിലും ഉണ്ട്. അപ്പോ ഈ CP4-ലാണ് നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റി ഉണ്ടാവുന്നത്. അത് അവർക്ക് ശരിയായി പറഞ്ഞു കൊടുക്കണം. പിന്നെ അതിന് ഡ്രഡ്ജിംഗ് ഓപ്പറേഷൻ എവിടെ എങ്ങനെ ചെയ്യുക, അത് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്നുകൂടെ അവരെ ഗൈഡ് ചെയ്യാൻ നോക്കും. അതാണ്. അപ്പോൾ അതിനെ ഇന്ന് വൈകുന്നേരം തിരിച്ചു വന്നിട്ട് ഇതിന്റെ കൂടെയൊക്കെ ഒന്ന് പോയി കയറിയിട്ട് സംസാരിച്ചിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. അലക്സ് റാം മുഹമ്മദ് തുടരുന്നുണ്ട്. അലക്സ്, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ കോണ്ടാക്ട് പോയിന്റ് 4-ലേക്ക് അവിടേക്ക് കൂടി ഈ തെരച്ചിൽ എത്തണമെന്നാണോ? ഇപ്പോൾ നിലവിൽ അവിടെ അല്ലല്ലോ അല്ലേ ഈ ദൌത്യം നടക്കുന്നത്?
ഒരിക്കലും അല്ല ഉന്മേഷ. ഇത് CP4 പോയിന്റിലല്ല ഈ തിരച്ചിൽ നടക്കുന്നത്, CP1 അത് കോൺടാക്ട് പോയിന്റ് 1 നിലവിൽ ഈ പരിശോധന നടക്കുന്നത്. കുടുംബവും അതുപോലെ ലോറി ഉടമ മനാഫും പറയുന്നത് ഈ പ്രദേശം, അതായത് ഈ CP1 കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിൽ ഈ ട്രക്കിനെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കും എന്നാണ് ഈ ലോറി ഉടമ മനാഫും ഒപ്പം അർജുന്റെ കുടുംബവും പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ ഈ ശക്തമായ പരിശോധന, ഊർജിതമായ പരിശോധന നടത്തുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇന്ദ്രപാലൻ വ്യക്തമാക്കിയതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. CP4 ട്രക്കിന്റെ സ്ട്രോങ് സിഗ്നൽ അടിത്തട്ടിലുള്ളത്. അങ്ങനെ സ്ട്രോങ് സിഗ്നൽ ലഭിച്ചതെങ്കിൽ പോലും നിലവിൽ പരിശോധന CP1 നടക്കുന്നത്. അവിടെ നിന്ന് ചില പ്രധാനപ്പെട്ട വസ്തുക്കൾ കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പരിശോധനയും പ്രധാനപ്പെട്ടതാണ്. ആ പരിശോധന കൂടി നടത്തട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ആ മൺകൂനകളുടെ അടുത്തേക്ക് പോകുക. അവിടെ ഒരുപാട്, അത് ഏതാണ്ട് പുഴയുടെ നടുഭാഗത്തേക്ക് നല്ല രീതിയിൽ മൺകൂന കാണപ്പെടുന്നുണ്ട്. അവിടെ ശ്രമകരമായ ജോലി തന്നെ നടത്തേണ്ടി വരും. കാരണം അത്രയധികം മണ്ണും ചെളിയും കല്ലും ഒക്കെ അവിടെ നിന്ന് നീക്കം ചെയ്ത് ആ അടിത്തട്ടിലേക്ക് എത്തിയാൽ മാത്രമേ ഈ ട്രക്ക് അവിടെ ഉണ്ടോ, അതായത് ആ അടയാളപ്പെടുത്തിയ സ്ട്രോങ് പോയിന്റ് ലഭിക്കുന്ന, സ്ട്രോങ് സിഗ്നൽ ലഭിക്കുന്ന ആ പ്രദേശത്ത് ട്രക്ക് ഉണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അത് ശ്രമകരമായ ജോലി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഉന്മേഷ്. അത് ഇന്നുണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഒരുപക്ഷെ ഇന്ന് ഈ CP1 കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താനായിരിക്കും ഒരുപക്ഷെ ഡ്രഡ്ജിംഗ് കമ്പനിയുടെയൊക്കെ തീരുമാനം, ഈ അധികൃതരുടെയൊക്കെ തീരുമാനം. എന്താണെങ്കിൽ ഇന്ദ്രപാലനെത്തി ജലമാർഗ്ഗം അദ്ദേഹം ബോട്ടിലോ മറ്റോ അവിടെ എത്തി ഈ സ്ഥലം സന്ദർശിക്കും. അദ്ദേഹം ഈ CP4 അടക്കമുള്ള പ്രദേശങ്ങൾ കാണും. അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം നൽകുകയും ചെയ്യും. ഇന്നെന്താണെങ്കിലും CP1 ശക്തമായ തിരച്ചിൽ നടക്കുന്നു, കൃത്യമായ ഡ്രഡ്ജിംഗ് നടക്കുന്നു. ഇതിനുള്ളിലേക്ക് ഈശ്വർ മാൽപ്പ ഇതിനടിയിലിറങ്ങി, അടിത്തട്ടിലിറങ്ങി ഇതിന്റെ ആഴം കണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇതിന്റെ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് 10-15 അടി താഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതുപോലെ കല്ലും പാറക്കഷ്ണങ്ങളും അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഡ്രഡ്ജിംഗ് അവിടെ നടത്തണം. ഡ്രഡ്ജിംഗ് വെസൽ ഉപയോഗിച്ച് അവിടെ കാര്യക്ഷമമായി തന്നെ അത് നീക്കം ചെയ്യണമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ അത് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അത്തരം പരിശോധന കൂടി ഇവിടെ വേണ്ടിവരും. അത് കുടുംബത്തിന്റെ ആശങ്ക മാറ്റുന്നതിന് വേണ്ടിയാണ്. കാരണം കുടുംബത്തിന്റെ അനുമാനം ഈ മേഖലയിലേക്ക് ആ ട്രക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ്. അർജുന്റെ കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്, അർജുന്റെ സഹോദരി ഭർത്താവും ഇവിടെയുണ്ട്. അവരൊക്കെ ഇത് നോക്കിയിരിക്കുകയാണ്. ഈ മേഖലയിൽ ഈ തിരച്ചിൽ ഇന്ന് നടക്കുന്നത് അവർക്ക് ആശ്വാസകരമായ കാര്യമാണ്. അവർ അതിൽ പൂർണ്ണ തൃപ്തിയും അല്പം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും അടുത്ത ദിവസമായിരിക്കും ഒരുപക്ഷെ CP4 ശക്തമായ പരിശോധന നടത്തുക. ഇന്ന് അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകും. പ്രാഥമിക വിലയിരുത്തലുകൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ നടത്തും. അത് മാത്രമല്ല ഉന്മേഷ്, ഈ ഡ്രഡ്ജിംഗ് കമ്പനി ഏർപ്പെടുത്തിയ ഡൈവിംഗ് സംഘം വിവിധ ഇടങ്ങളിൽ നടത്തുന്നുണ്ട്. അല്പം മുമ്പ് ഈ മൺകൂനയ്ക്ക് അപ്പുറത്ത്, അതായത് പുഴയുടെ നടുഭാഗവും കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് ഈ ഡൈവിംഗ് സംഘം എത്തി തിരച്ചിൽ നടത്തിയിരുന്നു. ഇപ്പോൾ അവർ അത് ഏതാണ്ട് ഈ ഡ്രഡ്ജിംഗ് വെസൽ ഉള്ളതിൽ നിന്ന് ഏതാണ്ട് 40-50 മീറ്റർ മാറി അവർ ഡൈവിംഗ് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും സുപ്രധാനമായ ദിനമാണ് ഈ തിരച്ചിൽ ദൌത്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ സുപ്രധാനമായ ദിനമാണ്. ഒരുപാട് ലീഡ് ലഭിച്ച ദിനമാണ്. അർജുന്റെ ട്രക്കിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് സൂചനകൾ ലഭിച്ച ദിനമാണ്. അത്തരമൊരു ഇടത്താണ് ഈ പരിശോധന നടത്തുന്നത്. ഈ മണിക്കൂറിലും ഈ പരിശോധന ഇവിടെ തുടരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഉന്മേഷ്, അരുൺ പൂപ്പറമ്പ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. ശിരൂർ ദൗത്യമേഖലയിൽ തന്നെ അരുണുമുണ്ട്. അരുൺ, ഇപ്പോൾ ഈ കാലാവസ്ഥ മുന്നറിയിപ്പ് കൂടി ഉണ്ടല്ലോ, അടുത്ത 3 ദിവസം ശക്തമായ മഴയെങ്കിൽ അത് അങ്ങനെയെങ്കിൽ ദൗത്യത്തിന് വെല്ലുവിളിയാകുമല്ലോ. അതുകൊണ്ട് എന്തൊക്കെ അടിയന്തര നടപടികളായിരിക്കും അവിടെ ഈ തെരച്ചിൽ സംഘം ഇനി പൂർത്തിയാക്കുക അരുൺ? ഉന്മേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഡ്രഡ്ജിംഗ് നടക്കുന്നത് നാവികസേന അടയാളപ്പെടുത്തിയിട്ടുള്ള ആ പോയിന്റിലാണ്. നാവികസേന നേരത്തെ തന്നെ ഈ അർജുന്റെ ലോറിയുടെ കയറും അതോടൊപ്പം തന്നെ ലോറിയുടെ പാർട്സും കണ്ടെത്തിയിട്ടുള്ള, അവർ 30 മീറ്റർ സറൗണ്ടിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലത്താണ് ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ നടത്തിയത്. അവിടെയാണ് ലോറിയുടെ ചില ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയത്. മറ്റൊരു ലോറിയുടെ ടയറുകളും കണ്ടെത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇന്ന് രാവിലെ മുതൽ ഊർജിതമായിട്ടുള്ള ഈ മണ്ണ് നീക്കൽ ഡ്രഡ്ജിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കൃത്യമായിട്ട് അത് ഒരു ഏകോപനത്തോടു കൂടി ഊർജിതമായിട്ടുള്ള മണ്ണ് നീക്കൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അതിന്റെ റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ എത്തിയതിനു ശേഷം അദ്ദേഹം പ്രതികരിച്ചത്, അദ്ദേഹത്തിന്റെ പരിശോധനയിലെ സ്ട്രോങ് പോയിന്റ് മറ്റൊരിടത്താണ്. ആ ദൃശ്യങ്ങൾ കൂടി നമ്മൾക്ക് ഇപ്പോൾ കാണാം. അതായത് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഭാഗത്താണ്. അത് അല്പം കൂടി സൂം ചെയ്താൽ ആ ഭാഗം കൃത്യമായി നമുക്ക് കാണാം. അവിടെയാണ് 4ാമത്തെ സ്പോട്ട്. അതായത് അദ്ദേഹത്തിന്റെ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള 4ാമത്തെ സ്പോട്ട് അവിടെയാണ്. അവിടെ കൂടി ആ പരിശോധന നടത്തണം. അതൊരു സ്ട്രോങ് പോയിന്റ് ആണ് എന്നതാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. അതായത് നേവിയുടെ സ്ട്രോങ് പോയിന്റും അദ്ദേഹം ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള സ്ട്രോങ് പോയിന്റ്, അങ്ങനെ വലിയ ലോഹസാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള രണ്ട് പോയിന്റുകളുണ്ട്. അത് 2 പരിശോധനയിൽ കണ്ടെത്തിയതാണ്. നേവിയുടെ സോണാർ പരിശോധനയിലും അതോടൊപ്പം തന്നെ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള 2 സ്ട്രോങ് പോയിന്റുകളാണ്. ആ 4ാമത്തെ സ്പോട്ടിൽ കൂടി തെരച്ചിൽ
നടത്തണം എന്നൊരു ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അല്പസമയത്തിനകം ഈ ഡ്രഡ്ജിംഗ് കമ്പനിയിൽ നിലവിൽ ആ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുന്നവരോടുമായി അതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം നടത്തും. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും, മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉന്മേഷ് നേരത്തെ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നലത്തെ ഒരു കാലാവസ്ഥാ രീതിയല്ല ഇന്നുള്ളത്. അല്പം മഴക്കുള്ള സാധ്യതയുണ്ട്. അടുത്ത 3 ദിവസം ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് ഉത്തര കന്നഡ ജില്ലയിൽ ഉള്ളത്. അങ്ങനെ ഒരു മുന്നറിയിപ്പുണ്ട്. സ്വാഭാവികമായും ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഡ്രഡ്ജിങ്ങിനെ ബാധിക്കും. ഇപ്പോൾ പ്രധാനമായും ദൗത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രഡ്ജിംഗ് നടപടിയാണ്. ഡ്രഡ്ജിംഗ് ശക്തമായ മഴയിൽ നടത്താൻ സാധിക്കില്ലെന്ന് ഡ്രഡ്ജിംഗ് കമ്പനി നേരത്തെ തന്നെ അറിയിച്ചതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകുമോ, വെല്ലുവിളിയാകുമോ എന്നൊരു ആശങ്ക പൊതുവെ ഉയർന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ നാവികസേന അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് ഇനിയിപ്പോൾ കേവലം ഒരു മണിക്കൂറോളം മാത്രമേ ഇനിയിപ്പോൾ ഈ ഡ്രഡ്ജിങ്ങിൻ്റെ സമയമുള്ളൂ. അതിനുശേഷം അവർ ഇരുട്ടിക്കഴിഞ്ഞാൽ അവർ ഈ ഡ്രഡ്ജിങ് നടത്തില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ നിമിഷവും നിർണായകമാണ്. എന്തെങ്കിലും ഒരു കണ്ടെത്തൽ കൂടുതൽ, അതായത് നേരത്തെ ലോറിയുടെ ചില സാന്നിധ്യം തെളിയിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കണ്ടെത്തിയെങ്കിൽ പോലും പക്ഷേ കൃത്യമായ, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള ക്യാബിൻ ഭാഗം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ ആഴത്തുള്ള പരിശോധന ആവശ്യമാണ്. അവിടുത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്താൽ ഡീപ്പ് ഡൈവിംഗ് ഉൾപ്പെടെ നടത്താൻ തയ്യാറാണെന്ന് നാവികസേന ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള നീക്കത്തിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുമോ എന്നത് ഇനിയിപ്പോൾ അത്തരം തീരുമാനങ്ങൾ ഉടൻ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ഇവിടെ നാവികസേന രാവിലെ എത്തി അവർ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞത് ഇവിടുത്തെ മണ്ണ് പൂർണ്ണമായി തന്നെ നീക്കം ചെയ്യണം. അവിടെ കൃത്യമായിട്ടുള്ള സ്ട്രോങ് പോയിന്റ് ഉണ്ടാവും. അത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡൈവ് ചെയ്യാൻ സാധിക്കും എന്നറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധർ ഇവിടെ പരിശോധിക്കുന്നു. അതൊരു ഡീപ്പ് ഡൈവിംഗ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവർ ഇത്തരം ചില സംശയങ്ങളുള്ള ഇടങ്ങളിൽ അവർ ഒരു പ്രാഥമിക പരിശോധന മാത്രമാണ് നടത്തുന്നത്. എന്തായാലും ഊർജിതമായ തെരച്ചിൽ ഇന്ന് നടന്നു എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര, അല്ലെങ്കിൽ ആ ക്യാബിൻ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക എന്നിടത്തേക്ക് ഇനിയും ദൂരമുണ്ട് എന്നതാണ് ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉന്മേഷ്, ശരി. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. തുടരുക അരുൺ. തിരികെ